ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് ഏകദേശം എത്ര മണിയായി? ഒരു 4 മണിയായപ്പോൾ ഇൻഷാല്ലാ വെളുപ്പിന് 4 മണിക്ക് എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ മാവൊക്കെ ഇന്നലെ ആട്ടി വെച്ചായിരുന്നു രാവിലെ. അപ്പോൾ അതെടുത്ത് വലുതായിട്ട് പുളിച്ചിട്ടില്ല, എന്നാലും രാവിലെ ദോശ ചുടാം എന്ന് കരുതി അങ്ങനെ കുറച്ച് ദോശ, 2-3 കേട്ടോ, കുറച്ച് ദോശ ചുട്ട്. പിന്നെ കറി എന്തുമായിരുന്നു, കൊഞ്ച് കറിയും ചൂടാക്കി എല്ലാം കുറച്ച് ഉണ്ടായിരുന്നു, അത് ചൂടാക്കി വെച്ചിരുന്നു. പിന്നെ അപ്പോൾ അതൊക്കെ ആയിട്ട് രാവിലെ കഴിക്കാൻ കട്ടൻ ചായ ഇടുന്നുണ്ട്. പിന്നെന്താണ്, കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് ഞാൻ അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്, ഒരു ഡപ്പയ്ക്കകത്താക്കുന്നുണ്ട്. കാരണം അഥവാ നമ്മൾ പിന്നെ പോകുന്ന വഴിക്ക് കാണാൻ വിശക്കുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഫ്രൂട്ട്സും എടുത്ത് ആപ്പിളും പേരയ്ക്കായും എടുത്ത് എല്ലാം അരിഞ്ഞെല്ലാം ഡപ്പയ്ക്കകത്താക്കി വെക്കുന്നുണ്ട്. പിന്നെന്താണ്, നമ്മളിത് പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും ദൂരം വരെയൊക്കെ പോകുന്നത്. ഒറ്റയ്ക്കെന്ന് വെച്ചാൽ പിള്ളേരുണ്ട്, എന്നാലും നമ്മൾ ആരെങ്കിലും മുതിർന്നവരും ഒക്കെ ആയിട്ടാണ് ഇത്രയും നാളും പോയിട്ടുള്ളത്. ഒറ്റയ്ക്ക് ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകാനൊക്കെ ഒരുങ്ങുന്നത്. അപ്പോൾ അതിൻ്റേതായ ടെൻഷനുണ്ട്, പക്ഷേ അതുപോലെ തന്നെ ഹാപ്പിയും ഒരു സന്തോഷവും ഉണ്ട് അങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നതിനകത്ത്. അപ്പം എന്താണ്, അങ്ങനെ അതെല്ലാം ഫ്രൂട്ട്സും പിന്നെ കുറച്ച് വെള്ളം ഒരു കുപ്പിക്കകത്തോട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൈ കരുതുന്നുണ്ട്, അഥവാ ദാഹം വല്ലതും പിള്ളേർക്ക് തോന്നിയാൽ കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മിനറൽ വാട്ടർ വാങ്ങിക്കാനൊക്കെ ആയിട്ട് നടക്കണം. അപ്പോൾ ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ വെള്ളം വേണമെങ്കിൽ വെള്ളം അതെടുത്ത് കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇതെല്ലാം ഞാൻ ചെയ്തെല്ലാം വെക്കുന്നത്. പിന്നെ ഇന്നലെ തന്നെ ഞാനെല്ലാം തുണിയെല്ലാം അറേഞ്ച് ചെയ്ത് ധൃതി പിടിച്ചെല്ലാം ഒരുവിധം ഒതുക്കിയെന്ന് പറയാമല്ലോ. അപ്പോൾ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും പിള്ളേരുടെ എൻ്റെതും എല്ലാം അറേഞ്ച് ചെയ്തെല്ലാം വെച്ചു. പിന്നെ അതുപോലെ മരുന്ന് സാധനങ്ങളെല്ലാം അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഒന്നും മറക്കാതെ വെക്കാനൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മളിപ്പം ഒരു വീട്ടിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കിന് പലമാതിരി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കല്യാണ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഞാനിതിപ്പം രാത്രി ഒരു 12 മണി കഴിഞ്ഞ് കാണും റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം അപ്പുറത്തൊക്കെ മുറിയിലൊക്കെ നല്ല സംസാരം കേൾക്കാം. എല്ലാവരും ഇങ്ങോട്ട് കിട്ടിയ അവസരമല്ലേ, കാരണം പിന്നെ ബന്ധുക്കാരെല്ലാവരും കൂടെ കൂടിക്കൊണ്ടുള്ള ചർച്ചയും കാര്യങ്ങളും നല്ല രീതിയിലുള്ള സംസാരം കേൾക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഞാൻ എവിടെയോ ഇടത്ത് പോയി ഒതുങ്ങി നിന്നുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പിന്നെ അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ സൗണ്ട് കുറച്ച് റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, അത് ഒന്ന് ക്ഷമിക്കണം. ശരിക്കും പറയാൻ നമ്മൾ ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ എളുപ്പം ഇവിടെ ഇങ്ങനെ ബന്ധുക്കാരുടെ വീട്ടിലൊക്കെ എത്തുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത ബന്ധമാകുമ്പോഴത്തേക്കിന് നമുക്ക് അവരൊക്കെ ആയിട്ടിരുന്ന് സംസാരിക്കാൻ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന അവസരമല്ലേ. അപ്പം അത് നമുക്കൊരിക്കലും മിസ് ചെയ്യാൻ തോന്നത്തില്ല. അത്രയ്ക്ക് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നതായിരിക്കും അവരൊക്കെ ആയിട്ട് കണ്ട് സംസാരിക്കാനും അവരുമൊക്കെ ആയിട്ട് ഒരു ദിവസം നിൽക്കാനും ഒക്കെ കിട്ടുന്ന അവസരം അതാണ് നമ്മൾ പാഴാക്കാതെ എങ്ങനെയെങ്കിലും നമുക്കിവിടെ എത്തണം എന്നുള്ളൊരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായത്. അങ്ങനെ ഇൻഷാ അല്ലാ ഇനിയിപ്പോൾ നാളെ ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ നാളെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കും. അപ്പോൾ ഈ ബ്രദറെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ സിസ്റ്ററിൻ്റെ മകനാണ്. പിന്നെ അതുപോലെ 2 സിസ്റ്റർമാരുണ്ട്. 2 സിസ്റ്റർമാർ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു സഹോദരനുണ്ട്, സഹോദരനും ഫാമിലിയും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ള ഒരു ഹാപ്പിനെസ് അത് ആഗ്രഹിച്ചാണ് നമ്മൾ വരുന്നത്. ഇത് നമ്മുടെ വലിയഴിക്കൽ ബീച്ച് റോഡാണ്. വലിയഴിക്കൽ പാലം എന്ന് പറയത്തില്ലേ, അതാണ് സംഭവം. അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം വെളുപ്പിന് ഒരു ഇരുട്ടിയ സമയത്താണ് നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ബസ്സിൽ കയറിയത്. പിന്നെ കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കിന് കുറച്ച് വെട്ടം വീണ് വന്ന്, അപ്പം ആ സമയത്ത് ഞാൻ വീഡിയോ പിടിച്ചതാണ്. പിന്നെ ഇത് ദാണ്ടേ നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തിയിട്ട് പിന്നെ റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടുന്ന് പിന്നെ കിട്ടിയ അവസരമല്ലേ, മുതലാക്കിയല്ലേ പറ്റൂ. എപ്പോഴും ഒന്നും നമുക്ക് കിട്ടൂലല്ലോ. അപ്പം പിള്ളേരുമായിട്ട് ദാണ്ടെ ലുലുവിൽ വന്നതാണ്. ലുലുവിൽ വന്നപ്പോൾ മോൾ കുറേ നാളുകൊണ്ട് പറയുന്നു ബ്രോസ്റ്റഡ് വേണം എന്ന്. ഇതുവരെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്നങ്ങ് ആ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു. നല്ല രീതിയിൽ ബ്രോസ്റ്റഡ് വാങ്ങിച്ച് 2 പേർക്കും നല്ല രീതിയിൽ കഴിക്കാൻ കൊടുത്തു. അവർ വളരെ വളരെ ഹാപ്പിയാണ്. ഈ ഹാപ്പിനെസ് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനൊക്കെ ആയിട്ട് വരുന്നത്.
അങ്ങനെ ദാണ്ടെ അപ്പോൾ എൻ്റെ ഉമ്മായും ആങ്ങളയും എൻ്റെ മക്കളും എല്ലാവരുമായിട്ട് ദാണ്ടെ ലുലുവിൽ വന്ന് ഞങ്ങൾ ബ്രോസ്റ്റഡ് കഴിക്കുവാണ്. അതിനെല്ലാം ശേഷം ഞങ്ങൾ ദാണ്ടെ ലുലുവിൽ തന്നെ ഒരു ഗെയിമുള്ള കുട്ടികൾക്ക് കളിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കയറി അതിന് പാസ് എടുത്തിട്ട് മക്കളെ കൊണ്ട് കുറേ കളികൾ എന്ന് വെച്ചാൽ കുറേ ഗെയിം കളികളൊക്കെ ഉണ്ട്. അതെല്ലാം അവർക്ക് ഇഷ്ടമുള്ളതിനകത്തെല്ലാം അവർ കയറി ഗെയിമെല്ലാം കളിച്ചു. അങ്ങനെ എന്താണ് പറയേണ്ടത്, ഒരു രണ്ട് മണിയല്ല 1:30 ആയി. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കല്യാണത്തിൻ്റെ തലേന്നുള്ള മൈലാഞ്ചി ഫംഗ്ഷനാണ്. അപ്പം ആ ഫംഗ്ഷന് പിന്നെ ചെറുക്കനെ, അതായത് ചെറുക്കൻ കൂട്ടരെയും ചെറുക്കനെ വരവേൽക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. അങ്ങനെ ഫങ്ഷനൊക്കെ കൂടി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയിലാണ്. അപ്പം ട്രിവാൻഡ്രത്ത് തന്നെ ഒരു ചർച്ചിൽ പിന്നെന്താണ് ദാണ്ടെ സ്റ്റാഴ്സിനെ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഏതാണ്ട് അവർ പറയുന്നത് 3000-ഓളം സ്റ്റാഴ്സാണ് ഇങ്ങനെ അവർ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. സ്റ്റാഴ്സ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ്. എന്ത് രസമാണ്, അതൊന്ന് കണ്ടു നോക്കണം, അടിപൊളിയാണ്. അപ്പോൾ അതെല്ലാം കണ്ട് കുറേ ദൂരം അങ്ങനെ ഉണ്ട് അതിങ്ങനെ കാഴ്ച കാണാൻ. അപ്പോൾ ഈ ഭാഗത്തൊന്നും അതില്ല. ഇതിപ്പം ടേൺ തിരിഞ്ഞ് വരുന്നതിൻ്റെ ആ ഒരു ഇതാണ്. അപ്പോൾ കുറേ അങ്ങോട്ട് ടേൺ തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഇത് കാണാൻ പറ്റും. സംഭവം അടിപൊളിയാണ്. ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അവർ ഏതാണ്ട് 1.5 മാസത്തിന് മുമ്പ് തൊട്ടേ ഈ ഒരു വർക്ക് തുടങ്ങിയതാണ്. അടിപൊളി സംഭവം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നമുക്ക് തന്നെ അതിശയം തോന്നി, അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒരു ബോളും ഒക്കെ പിള്ളേർക്ക് വാങ്ങിച്ച്, ബോളെന്ന് വെച്ചാൽ ഒരു നല്ല ഭംഗിയുള്ള സ്റ്റാർസൊക്കെ വെച്ചൊരു ബോൾ, അതൊക്കെ വാങ്ങിച്ച് പിള്ളേർക്ക് വാങ്ങിച്ച് അത് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ കുഞ്ഞുമ്മയുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെയാണ് കല്യാണ ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയും ബൈ.